linear and non-linear system. So linear system means it will obey superposition principle and homogeneity, whereas a non-linear system do not obey the principle of superposition and homogeneity. സോ എന്താണ് ഹോമോജനിറ്റി, എന്താണ് സൂപ്പർപൊസിഷൻ എന്നാണ് നമ്മൾ പറയുക. സോ ഹോമോജനിറ്റി മീൻസ് നമ്മുടെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് x1 അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് y1. സെയിം വേ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റെഡ് ഓഫ് x1 ax1 ആണ് കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ay1 ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ അത് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതെന്ന് പറയാം. ദെൻ സൂപ്പർപൊസിഷൻ മീൻസ് x1 എന്ന് പറയുന്ന സിഗ്നൽ ഒരു സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്തു. ദെൻ വി വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട് ആസ് y1. സെയിം വേ അനദർ സിഗ്നൽ x2 നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുത്തു, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് y2. ദെൻ ഈ രണ്ട് സിഗ്നലുടെയും കോമ്പിനേഷൻ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊടുത്തു. ദറ്റ് ഈസ് സിസ്റ്റത്തിലേക്ക് x1 പ്ലസ് x2 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് y1 പ്ലസ് y2 ആയിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ വി ക്യാൻ സേ ദറ്റ് സിസ്റ്റം ഒബേസ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. സോ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ എടുക്കും. ദാറ്റ് മീൻസ് a ഇൻറ്റു x1 പ്ലസ് b ഇൻറ്റു x2 gives a y1 പ്ലസ് b y2. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സിസ്റ്റം ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നറിയാം. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ സിസ്റ്റം ലീനിയർ ആണ്. ഈ ഒരു കണ്ടീഷൻ നമുക്ക് എങ്ങനെ എഴുതാം? വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് x1 x2 കൂടെ a b എന്ന് പറയുന്ന രണ്ട് ടേം കൂടിയുണ്ട്. സോ അതാണ് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും ഫോർ എ ലീനിയർ സിസ്റ്റം. സോ ഒരു സിസ്റ്റം ലീനിയർ ആണ് എങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിനി പ്രോബ്ലംസ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, y of n is equal to n into x of n. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ ഇക്വേഷൻ പോലെ ചെയ്യണം. ആദ്യം രണ്ട് ഇൻപുട്ട് കൺസിഡർ ചെയ്യുക. ദറ്റ് ഈസ് x1 എന്ന് പറയുന്ന ഇൻപുട്ടും x2 എന്ന് പറയുന്ന ഇൻപുട്ടും കൺസിഡർ ചെയ്യുക. സോ x1 എന്ന് പറയുന്ന ഇൻപുട്ട് ഒരു സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് y1. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ എന്ത് മാറ്റം വരുത്തണം? x പകരം x1 എഴുതണം. ദറ്റ് ഈസ് y1 is equal to n into x1. സെയിം വേ x2 എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് y2. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷനിൽ എന്ത് വരും? n into x2. സോ ഇത് നമ്മൾ സെപ്പറേറ്റ് ഇൻപുട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി എന്താണ്? നമ്മളൊരു പുതിയ ഇൻപുട്ട്, ആ പുതിയ ഇൻപുട്ട് എന്തായിരിക്കണം? സം ഓഫ് ഇൻപുട്ട്സും ആയിരിക്കണം, ഒരു വെയിറ്റേജും കൂടി വേണം. ദാറ്റ് മീൻസ് നമ്മുടെ ന്യൂ ഇൻപുട്ട് എന്ന് പറയുന്നത് x1 അല്ലെങ്കിൽ x2 അല്ല, x1 പ്ലസ് b x2. ഇതാണ് നമ്മുടെ ന്യൂ ഇൻപുട്ട്. സോ ഈ ന്യൂ ഇൻപുട്ട് എവിടെ കൊടുക്കണം? ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കണം. ദാറ്റ് ഈസ് ഈ ഒരു ഇക്വേഷനിൽ n പകരം, ഈ ഒരു x പകരം നമ്മൾ എന്ത് കൊടുക്കും? ax1 പ്ലസ് b x2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ax1 പ്ലസ് b x2 നമ്മളൊരു സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യാണ്. നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊടുത്തു. ഇതാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, നമ്മുടെ ന്യൂ ഇൻപുട്ട്. ഈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? n ഇൻറ്റു ഈ x1 പകരം x പകരം നിങ്ങൾ പുതിയ ഇൻപുട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് n ഇൻറ്റു
a x1 of n plus b x2 of n. ഇതിനെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെഴുതാം. എങ്ങനെ എഴുതാം? a n x1 of n പ്ലസ് b n x2 of n. സോ ഈ n x1 of n, n x1 of n എന്ന് പറയുന്ന ടേം എന്താണ്? y1 of n ആണ്. സോ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? a ഇൻറ്റു y1 of n പ്ലസ് b ഇൻറ്റു n x2 of n എന്ന് പറയുന്നത് എന്താണ്? y2 of n ആണ്. സോ b y2 of n. ദാറ്റ് മീൻസ് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ അനലൈസ് ചെയ്ത് വന്നപ്പോൾ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ടാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഇസ് എ ലീനിയർ വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, y of n is equal to 2x of n plus 3. സോ ഇവിടെ നമ്മൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ സെപ്പറേറ്റ് ഇൻപുട്ട്സ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് x1 of n എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് y1 of n വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു x1 of n പ്ലസ് 3. സെയിം വേ x2 of n എന്ന് പറയുന്ന ഇൻപുട്ട് ഒരു സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്തു. സിസ്റ്റം റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് h എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് y2 of n വിച്ച് ഈസ് ഈക്വൽ ടു 2x2 of n പ്ലസ് 3. ദെൻ നമ്മൾ പുതിയ ഇൻപുട്ട് കൺസിഡർ ചെയ്തു. പുതിയ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ a x1 of n പ്ലസ് b x2 of n. സോ ഈ ഒരു പുതിയ ഇൻപുട്ട് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താണ്? 2 ഇൻറ്റു ഈ എക്സ് ഓഫ് എന്നിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഈ പുതിയ ഇൻപുട്ട് എഴുതുക. ദറ്റ് ഈസ് എ x1 of n പ്ലസ് b x2 of n പ്ലസ് 3. തന്നെ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. ദറ്റ് ഈസ് 2a x1 of n പ്ലസ് 2b x2 of n പ്ലസ് 3. ദെൻ 2a x1 of n എന്ന് പറയുന്നതിന് നമുക്ക് a ഇൻറ്റു 2x1 of n പ്ലസ് 3. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ a ഇൻറ്റു 2x1 of n പ്ലസ് 3 പ്ലസ് 2b x2 of n എന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സോ ഈ ഒരു ടേം a ഇൻറ്റു 2x1 of n പ്ലസ് 3നെ നമുക്ക് എങ്ങനെ എഴുതാം? a ഇൻറ്റു y1 of n എന്ന് എഴുതാം. ദെൻ ഈ ഒരു ടേമിനെ നമുക്ക് y2 of n എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഒരു 3 എന്ന് പറയുന്ന ടേം മിസ്സിങ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ a y1 of n ആണെങ്കിൽ ഇത് അതേപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. which means weighted sum of input is not equal to weighted sum of output. So the system is non-linear.